ഹായ് ഫ്രണ്ട്സ്, ഇൻസ്പയർ PSCയുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഫ്രൈസൽ വെർബ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഫ്രൈസൽ വെർബ് എന്നാൽ ഒരു വെർബും അതിനോടൊപ്പം പ്രിപ്പോസിഷനും ചേർന്ന് ഉപയോഗിക്കുന്നതിനെയാണ് ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത്. PSC എക്സാമുകളിൽ ഏറ്റവും അധികം തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പുട്ട് എന്ന ഫ്രൈസൽ വെർബാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നു. നമ്മുടെ 60 ദിവസത്തെ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായി ഇംഗ്ലീഷ് വൊക്കാബുലറി ഏറ്റവും അധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തു പോകുന്നത്. ഫ്രൈസൽ വെർബ്, ഫോറിൻ വേർഡ്സ്, അതുപോലെ തന്നെ മിസ്പെൽറ്റ് വേർഡ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫ്രൈസൽ വെർബ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ്, പുട്ട് അപ്പ്. പുട്ട് അപ്പ് 3 അർത്ഥമാണ് പ്രധാനമായിട്ടുള്ളത്. 3 അർത്ഥവും സ്ഥിരം ചോദിക്കുന്നത് തന്നെയാണ്. പുട്ട് അപ്പ് മീൻസ് റൈസ്, ഉയർത്തുക എന്നാണ്. RISE റൈസ്, ഉദിക്കുക. അതല്ല ഇവിടെ അർത്ഥം, ഉയർത്തുക. പുട്ട് അപ്പ്, റൈസ്. ബിൽഡ്, നിർമ്മിക്കുക. സ്റ്റേ, താമസിക്കുക, താൽക്കാലികമായി താമസിക്കുക. ഈ 3 അർത്ഥങ്ങളാണ് പുട്ട് അപ്പ് എന്ന ഫ്രൈസൽ വെർബിന് ഉള്ളത്. പുട്ട് അപ്പ് മീൻസ് റൈസ്, ബിൽഡ്, സ്റ്റേ. ഉയർത്തുക, നിർമ്മിക്കുക, താമസിക്കുക. ഈ 3 അർത്ഥമാണ് പുട്ട് അപ്പ് എന്ന ഫ്രൈസൽ വെർബിന് ഉള്ളത്. സെക്കൻഡ്, PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്, സഹിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ എൻജോയ്. ടോളറേറ്റ് എന്നാണ് പുട്ട് അപ്പ് വിത്ത് എന്ന് അർത്ഥമാക്കുന്നത്. പുട്ട് അപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ്, സഹിക്കുക. തേർഡ്, പുട്ട് ഓഫ്. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ് പോൺ എന്നാണ്. മാറ്റിവെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നാണ് പറയുന്നത്. കണക്ട് ചെയ്ത് പഠിക്കുക എളുപ്പമാണ്. PP. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ് പോൺ. PP. പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ് പോൺ, നീട്ടിവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക. ദെൻ ഫോർത്ത് ഓൺ, പുട്ട് ഓൺ. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. പുട്ട് ഓൺ മീൻസ് വിയർ, ധരിക്കുക എന്നാണ്. ദെൻ ഫിഫ്ത്ത് ഓൺ, പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, അണയ്ക്കുക എന്നാണ്. തീ അണയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റ് അണയ്ക്കുക, ഈ അർത്ഥമെല്ലാം തരുന്നത് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, അണയ്ക്കുക എന്നാണ്. അപ്പൊ ഈ അണയ്ക്കുക എന്ന കൺസെപ്റ്റ് പുട്ട് ഔട്ട് എന്നും പുട്ട് ഓഫും തമ്മിൽ അത്യാവശ്യം കൺഫ്യൂഷൻ വരുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക എന്നാണ്. പുട്ട് ഔട്ട് എന്ന് പറയുന്നതാണ് അണയ്ക്കുക അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയുന്നത്. ദെൻ പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ മീൻസ് സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക എന്നാണ്. ബലം പ്രയോഗിച്ച് അടിച്ചമർത്തുന്നതിനെയാണ് പുട്ട് ഡൗൺ എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ PSC സാധാരണയായി ചോദിക്കുന്നത് സപ്രസ്, അടിച്ചമർത്തുക എന്നാണ്. റൈറ്റ്, എഴുതുക എന്ന അർത്ഥവും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ 6 ഫ്രൈസൽ വെർബ് പുട്ടുമായി ചേർന്ന് ഒന്നുകൂടെ നോക്കാം. പുട്ടപ്പ്, റൈസ്, ഉയർത്തുക, നിർമ്മിക്കുക, താമസിക്കുക എന്ന് പറയും, സ്റ്റേ. ദെൻ പുട്ടപ്പ് വിത്ത്, നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ടോളറേറ്റ്, സഹിക്കുക എന്നാണ് പറയുന്നത്. ദെൻ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്, അണയ്ക്കുക. പുട്ട് ഓൺ മീൻസ് വിയർ, ധരിക്കുക എന്നാണ്. ദെൻ പുട്ട് ഫോർവേഡ്. പുട്ട് ഫോർവേഡ് മീൻസ് ഫോർവേഡ് ചെയ്യുന്നു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. ഒരു സജഷൻ, ഒരു നിർദ്ദേശം നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു, മുന്നോട്ട് വയ്ക്കുന്നു. പുട്ട് ഫോർവേഡ് മീൻസ് മേക്ക് എ സജഷൻ, ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. പുട്ട് ഫോർവേഡ്, മേക്ക് എ സജഷൻ. പുട്ട് എക്രോസ്. എക്രോസ്, ക്രോസ് ചെയ്ത് എന്നാൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, ആശയവിനിമയം നടത്തും എന്ന് ഓർമ്മിച്ചാൽ എളുപ്പമാണ്. പുട്ട് എക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി, വിജയകരമായി ആശയവിനിമയം നടത്തുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. പുട്ട് എക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി. പുട്ട് ഫോർവേഡ്, ഫോർവേഡ് ചെയ്യുന്നു, ഒരു സജഷൻ ഫോർവേഡ് ചെയ്യുന്നു, നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ദെൻ പുട്ട് ബൈ, പുട്ട് എസൈഡ്. രണ്ടും സേവ് എന്നാണ്, സമ്പാദിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. പുട്ട് ബൈ, പുട്ട് എസൈഡ് ആ അർത്ഥത്തിൽ തന്നെയാണ്, സേവ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ മാത്രം മനസ്സിലാക്കുക. പുട്ട് ബൈ എന്ന് പറയുന്നത് പണം സേവ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പുട്ട് ബൈ മീൻസ് സേവ് എമൗണ്ട് ഓഫ് മണി, പണം സമ്പാദിക്കുക. എന്നാൽ പുട്ട് എസൈഡ് വരുന്നത് സേവ് സംതിങ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് എന്തും കരുതി വെക്കുന്നതിനെ പുട്ട് എസൈഡ് എന്നാണ് പറയുന്നത്. രണ്ടും സേവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ മാത്രം പുട്ട് ബൈ, സേവ് ആൻ എമൗണ്ട് ഓഫ് മണി. പുട്ട് എസൈഡ് മീൻ സേവ് സംതിങ് ഫോർ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് എന്തും കരുതി വെക്കുന്നതിനെ പുട്ട് എസൈഡ് എന്ന് പറയും. ദെൻ ലാസ്റ്റ്, പുട്ട് ആൻ എൻഡ് ടു. സ്റ്റോപ്പ് ചെയ്യുക, അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അബോളിഷ് ചെയ്യുക, നിർത്തലാക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പുട്ട് ആൻ എൻഡ് ടു മീൻസ് സ്റ്റോപ്പ്.
ഈ 11 ഫ്രൈസൽ വെർബും PSC സ്ഥിരം ചോദിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കേണ്ട 11 ഫ്രൈസൽ വെർബ്. നമ്മുടെ മത്സര പരീക്ഷകളിൽ റാങ്ക് നിർണ്ണയിക്കുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഫ്രൈസൽ വെർബിൽ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്യുന്ന 11 ഫ്രൈസൽ വെർബ് പുട്ട് എന്ന വെർബുമായി ചേർന്നത്. ഒന്നുകൂടെ നമ്മൾ നോക്കുന്നു. പുട്ടപ്പ്. പുട്ടപ്പ് മീൻസ് റൈസ്, ബിൽഡ്, സ്റ്റേ. നിർമ്മിക്കുക, താമസിക്കുക, ഉയർത്തുക. ദെൻ പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. കൺഫ്യൂഷൻ വരരുത്. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ആണ്, പുട്ട് ഔട്ട് ആണ് എക്സ്റ്റിങ്ക്യൂഷ്. എക്സ്റ്റിങ്ക്യൂഷ് മീൻസ് തീ അണയ്ക്കുക. പുട്ട് ഓൺ, വിയർ, ധരിക്കുക എന്ന് പറയും. പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ ചെയ്യുന്നു, സപ്രസ് ചെയ്യുന്നു, അടിച്ചമർത്തി വെക്കുന്നു. അതിന്റെ മറ്റൊരർത്ഥം എഴുതുക എന്ന് ഉണ്ട്. പുട്ട് ഡൗൺ. ദെൻ പുട്ട് ഫോർവേഡ്, ഫോർവേഡ് ചെയ്യുന്നു, ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു. പുട്ട് ഫോർവേഡ് മീൻസ് മേക്ക് എ സജഷൻ. ദെൻ പുട്ട് എക്രോസ്. എക്രോസ് നിന്നാൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, അങ്ങനെ ഓർത്തിരുന്നാൽ എളുപ്പമാണ്. പുട്ട് എക്രോസ് മീൻസ് കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി. ദെൻ പുട്ട് ബൈ, പുട്ട് എസൈഡ്. രണ്ടിന്റെ അർത്ഥം സേവ് ചെയ്യുന്നു, സമ്പാദിക്കുന്നു. പുട്ട് ബൈ മീൻസ് സേവ് എമൗണ്ട് ഓഫ് മണി. പുട്ട് എസൈഡ് സേവ് സംതിങ് ഫോർ ഫ്യൂച്ചർ, എന്തെങ്കിലും ഭാവിയിലേക്ക് കരുതി വെക്കുന്നു. ലാസ്റ്റ് പുട്ട് ആൻ എൻഡ് ടു, സ്റ്റോപ്പ് എന്നാണ്. നിർത്തലാക്കുന്നു, അവസാനിപ്പിക്കുന്നു എന്നൊക്കെയാണ്. പുട്ട് ആൻ എൻഡ് ടു മീൻസ് സ്റ്റോപ്പ്. ഫ്രൈസൽ വെർബ് പഠിക്കുമ്പം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രൈസൽ വെർബ് അർത്ഥം മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഫ്രൈസൽ വെർബ് പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി അത് ആപ്ലിക്കേഷൻ, അപ്ലൈ ചെയ്യാൻ കൂടെ പഠിക്കുക. അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ കഴിയണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ആപ്ലിക്കേഷൻ, അതായത് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്ഥിരം നോട്ട് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ ഫ്രൈസൽ വെർബ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പുട്ട് എന്ന ഫ്രൈസൽ വെർബുമായി ഉപയോഗിക്കുന്ന കുറച്ചധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ചെയ്തു നോക്കുന്നു. അർത്ഥം പഠിക്കുന്നത് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ അറിവ് ഉറപ്പിക്കാൻ പറ്റൂ. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസിഷൻ വാസ് ടിൽ ഡാഷ് ടിൽ ദ നെക്സ്റ്റ് മോർണിംഗ്. ദ ഡിസിഷൻ വാസ് ഡാഷ് ടിൽ ദ നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ വരെ ഡിസിഷൻ എന്ത് ചെയ്തു. എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക എന്നാണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, അണയ്ക്കുക എന്നാണ്. പുട്ട് ഡൗൺ, സപ്രസ് ചെയ്യുക, അടിച്ചമർത്തി വെക്കുക എന്നാണ്. ദെൻ പുട്ട് ഓൺ, വിയർ, ധരിക്കുക എന്നാണ്. അപ്പൊ എന്താണ്, നാളെ രാവിലെ വരെ തീരുമാനം മാറ്റി വെച്ചിരിക്കുന്നു, നീട്ടി വെച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പുട്ട് ഓഫ് ആണ് അർത്ഥം. ദ ഡിസിഷൻ വാസ് പുട്ട് ഓഫ് ടിൽ ദ നെക്സ്റ്റ് മോർണിംഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റ് ടുക്ക് ഫയർ ഫൈറ്റേഴ്സ് 4 hours ടു ഡാഷ് ദ ഫയർ. ഫയർ ഫൈറ്റേഴ്സിന് അല്ലെങ്കിൽ ഫയർഫോഴ്സ് ജീവനക്കാർക്ക് 4 മണിക്കൂർ എടുത്തു തീ അണയ്ക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അണയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ് എന്നാണ്. എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറയുന്നത് പുട്ട് ഔട്ട് എന്നാണ് പറയുന്നത്. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്. തന്നിരിക്കുന്നത് ഓരോന്ന് നോക്കാം. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ്. സാധാരണ ചോദിക്കാറില്ല. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്, തീ അണയ്ക്കുക എന്നാണ്. ഇതാണ് നമ്മുടെ ആൻസർ. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക, മാറ്റിവെക്കുക. ദെൻ പുട്ട് ഓൺ, വിയർ. ഇപ്പൊ ഇവിടുത്തെ അർത്ഥം 4 മണിക്കൂർ എടുത്താണ് ഫയർഫോഴ്സ് ജീവനക്കാർ തീ അണച്ചത്. എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുക, പുട്ട് ഔട്ട്. തേർഡ് ക്വസ്റ്റിലേക്ക് കിടക്കാം. എബ്രഹാം ലിങ്കൺ അബോളിഷ്ഡ് സ്ലേവറി ഇൻ അമേരിക്ക. അമേരിക്കയിൽ അടിമത്വം നിർത്തലാക്കിയത്, സ്റ്റോപ്പ് ചെയ്തത്, അവസാനിപ്പിച്ചത് എബ്രഹാം ലിങ്കൺ ആണ്. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അബോളിഷ്ഡ് മീൻസ് നിർത്തലാക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കറിയാം. പുട്ട് ആൻ എൻഡ് ടു മീൻസ് സ്റ്റോപ്പ് എന്നാണ്, അവസാനിപ്പിക്കുക എന്നാണ്. പുട്ട് ഔട്ട്, പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്യൂഷ് എന്നാണ്, അണയ്ക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. പുട്ട് ഫോർവേഡ്, പുട്ട് ഫോർവേഡ് മീൻസ് മേക്ക് എ സജഷൻ, ഒരു നിർദ്ദേശം വയ്ക്കുക എന്നാണ്. അപ്പൊ ഇതിൽ നമുക്കറിയാം അബോളിഷ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, നിർത്തലാക്കി. പുട്ട് ആൻ എൻഡ് ടു, ഇതാണ് അർത്ഥം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ റിയോട്ട് വാസ് പുട്ട് ഡാഷ് ബൈ ദ പോലീസ്. പോലീസിനാൽ ആ കലാപം, ആ ലഹള അടിച്ചമർത്തപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടിച്ചമർത്തി എന്നുള്ള അർത്ഥം വരുന്നത് സപ്രസ്, അടിച്ചമർത്തുക എന്നാണ്. അവിടെ അർത്ഥം വരുന്നത് നോക്കുക. പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ മീൻസ് സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഓഫ് ആണെങ്കിൽ പോസ്റ്റ്പോൺ എന്നാണ്. പുട്ട് അപ്പ് മീൻസ് റൈസ്ഡ്, ഉയർത്തുക അല്ലെങ്കിൽ ബിൽഡ്, നിർമ്മിക്കുക എന്നാണ്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ടു ഗിവ് അഡ്വൈസ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ അർത്ഥം
പുട്ട് ഡൗൺ എന്നാണ്. പുട്ട് ഡൗൺ മീൻസ് സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക. ഈ കലാപം അല്ലെങ്കിൽ ലഹള പോലീസ് ബലം പ്രയോഗിച്ച് അടിച്ചമർത്തി. പുട്ട് ഡൗൺ, സപ്രസ്. Then fifth question, I am dash half of my salary every month to buy a house. എല്ലാ മാസം എൻ്റെ സാലറിയുടെ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മാറ്റി വയ്ക്കാറുണ്ട്, സേവ് ചെയ്യാറുണ്ട്, സമ്പാദിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. സേവ് ചെയ്യുക അല്ലെങ്കിൽ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് പുട്ട് ബൈ അല്ലെങ്കിൽ പുട്ട് എസൈഡ് എന്നാണ്. പണം സമ്പാദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് പണമാണ് സമ്പാദിക്കുന്നതെങ്കിൽ പുട്ട് ബൈ എന്നും, എന്തും മറ്റ് ഭാവിയിലേക്ക് കരുതി വെക്കുന്നതിനാണെങ്കിൽ പുട്ട് എസൈഡ് എന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ അർത്ഥം നോക്കുക, ഹാഫ് ഓഫ് മൈ സാലറി, എൻ്റെ പകുതി ശമ്പളം ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു എന്നാണെങ്കിൽ പുട്ട് ബൈ ആണ്, സേവ് ചെയ്യുക. പുട്ട് ഓൺ, ധരിക്കുക. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അപ്ലൈ അല്ലെങ്കിൽ സബ്മിറ്റ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വി ക്യാൻ ഡാഷ് യു അറ്റ് എ ഹോട്ടൽ ഫോർ 2 years. 2 വർഷത്തോളം നിന്നെ ഒരു ഹോട്ടലിൽ താമസിപ്പിക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ താമസിപ്പിക്കുക, താമസിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നത് പുട്ട് അപ്പ് എന്ന ഫ്രൈസൽ വെർബാണ്. പുട്ട് അപ്പ്. പുട്ട് ഡൗൺ മീൻസ് സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, അണക്കുക എന്നാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് പുട്ട് അപ്പ് എന്ന ഫ്രൈസൽ വെർബാണ്. 7th question, the government is sure dash to taxes soon. ഗവൺമെന്റ് ഉറപ്പായും ടാക്സ് ഉയർത്തും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ടാക്സ് ഉയർത്തുക എന്ന കൺസെപ്റ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുട്ട് അപ്പ് എന്നാണ്. ഒരേ ഫ്രൈസൽ വെർബ് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ്, ഉയർത്തുക. ബിൽഡ്, നിർമ്മിക്കുക. സ്റ്റേ, താമസിക്കുക. ഈ 3 അർത്ഥവും തരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് റൈസ്, ഉയർത്തുക എന്നാണ്. ടാക്സ് ഉയർത്തും, ടാക്സ് ഉടനെ ഉയർത്തും എന്നാണ് പറയുന്നത്. പുട്ട് അപ്പ്. Third question, while in Mumbai he dash a 5-star hotel. മുംബൈയിലായിരുന്ന സമയത്ത് അവൻ ഒരു 5-star ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ താമസിക്കുക എന്നുള്ള കൺസെപ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. താമസിക്കുക എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് പുട്ട് അപ്പ് എന്നാണ്. പുട്ട് അപ്പ്, സ്റ്റേ, അതുപോലെ തന്നെ ബിൽഡ്, റൈസ്, ഉയർത്തുക എന്നാണ്. പുട്ടപ്പ് എന്നാണ് അർത്ഥം. പുട്ടപ്പിന്റെ 3 അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി PSCക്ക് ചോദിച്ച പുട്ടപ്പ് എന്നുള്ള അർത്ഥം ഉപയോഗിച്ചുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് വീണ്ടും നോക്കുന്നത്. ഇവിടെ അർത്ഥത്തിന് ചെറിയ വ്യത്യാസമുണ്ട്. വേലുത്തമ്പി ദളവ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ബ്രിട്ടീഷ് ആർമിക്കെതിരെ വേലുത്തമ്പി ദളവ ഒരു മഹത്തായ പ്രതിരോധം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു മഹത്തായ യുദ്ധം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. മേക്ക് എൻ എഫർട്ട് ടു പ്രിവെന്റ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രതിരോധിക്കാൻ, അങ്ങനെയുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് പുട്ടപ്പ് എന്നുള്ള വെർബ് ഉപയോഗിക്കാം. ഇപ്പൊ പുട്ടപ്പിനെ നമ്മൾ 4ാമത്തെ അർത്ഥമാണ് പറയുന്നത്. മേക്ക് എൻ എഫർട്ട് ടു പ്രിവെന്റ് സംതിങ്, എന്തിനെങ്കിലും തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഒരു പ്രയത്നം എടുക്കുന്നു. ഒരു യുദ്ധം, ഒരു മഹത്തായ യുദ്ധം, ഒരു ധൈര്യപൂർവമായ യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രതിരോധം കാഴ്ചവെച്ചു എന്ന അർത്ഥത്തിൽ പുട്ടപ്പ് ഉപയോഗിക്കാം. മേക്ക് എൻ എഫർട്ട് ടു പ്രിവെന്റ് സംതിങ്, അതാണ് പുട്ടപ്പ് എന്ന് പറയുന്നത്. വേലുത്തമ്പി ദളവ ഒരു മഹത്തായ യുദ്ധം ബ്രിട്ടീഷ് ആർമിയെ പ്രതിരോധിക്കാൻ കാഴ്ചവെച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓഫീസർ ആസ്ക്ഡ് ദ അസിസ്റ്റന്റ് ടു ഡാഷ് ദ ഫയൽ. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് ആ ഫയൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇവിടെയും പുട്ട് അപ്പ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുട്ടപ്പ് എന്ന ഫ്രൈസൽ വെർബിന്റെ 5ാമത്തെ ഉപയോഗമാണ് പറയുന്നത്. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ആ ഒരു കൺസെപ്റ്റിലും പുട്ട് അപ്പ് എന്ന ഫ്രൈസൽ വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും ആൻസർ പുട്ടപ്പ് എന്നാണ്. പുട്ട് ഓൺ, വിയർ, ധരിക്കുക എന്നാണ്. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ അല്ലെങ്കിൽ സബ്മിറ്റ് എന്നാണ്. പുട്ട് ബൈ, സേവ് ആൻ എമൗണ്ട് ഓഫ് മണി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ഫ്രൈസൽ വെർബ്, പുട്ട് അപ്പ് എന്ന ഒരു ഫ്രൈസൽ വെർബ് 5 അർത്ഥം തരുന്നു. ആ 5 അർത്ഥത്തിലും PSC ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ ഒരു വെർബിനും, സാധാരണ എല്ലാ ഫ്രൈസൽ വെർബിനും ഒരർത്ഥം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിക്കാറുള്ളത്. എന്നാൽ ഈ പുട്ടപ്പ് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബിന്റെ 5 അർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് പഠിച്ചോളുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഐ കാൺട്ട് ഡാഷ് യുവർ റൂഡ്നെസ്. നിന്റെ ഈ പരുക്കമായ സ്വഭാവം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സഹിക്കുക എന്ന് പറയുന്നത് പുട്ട് അപ്പ് വിത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പുട്ട് അപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് എന്നാണ്, അല്ലെങ്കിൽ എൻജോയർ, സഹിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് പുട്ട് ഡൗൺ,
സപ്രസ് അതല്ല. ആൻസർ പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. ഐ കാൺട്ട് ടോളറേറ്റ് യുവർ റൂഡ്നെസ്. ഐ കാൺട്ട് ടോളറേറ്റ് യുവർ ബിഹേവിയർ. എനിക്ക് നിന്റെ സ്വഭാവം സഹിക്കാൻ കഴിയുന്നില്ല, നിന്റെ പെരുമാറ്റം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ, ഹി ഡാഷ് സം യൂസ്ഫുൾ ടിപ്സ്. അവൻ എന്ത് ചെയ്തു? കുറച്ച് ഉപയോഗപ്രദമായ ടിപ്സ് ഫോർവേഡ് ചെയ്തു, സജസ്റ്റ് ചെയ്തു. മേക്ക് എ സജഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മേക്ക് എ സജഷൻ. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മേക്ക് എ സജഷൻ എന്നാണ്. അപ്പോൾ കുറച്ച് യൂസ്ഫുൾ ടിപ്സ് അവൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണെങ്കിൽ പുട്ട് ഫോർവേഡ്, മേക്ക് എ സജഷൻ എന്നാണ്. പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു. പുട്ടിൻ എന്ന് പറഞ്ഞാൽ അപ്ലൈ, സബ്മിറ്റ് അല്ലെങ്കിൽ ഇന്ററപ്റ്റ് കോൺവെർസേഷൻ എന്നൊക്കെയാണ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ്. നമ്മുടെ ആൻസർ പുട്ട് ഫോർവേഡ്. ദെൻ as they could not dash each other, the couples got divorced. പാസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അക്കാരണത്താൽ എന്നൊക്കെയാണ്. അവർക്ക് പരസ്പരം സഹിക്കാൻ കഴിയാത്തതിനാൽ, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ആ കപ്പിൾസ് എന്ത് ചെയ്തു? ഡിവോഴ്സ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ അർത്ഥം വരുന്നത് പുട്ടപ്പ് വിത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻസർ പുട്ടപ്പ് വിത്ത്. Then he plans to dash her new dress on the birthday party. He plans to dash her new dress. ബർത്ത്ഡേ പാർട്ടിക്ക് അവൾ എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. എന്ത് ചെയ്യാൻ? പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ. ധരിക്കുക എന്ന് പറഞ്ഞാൽ പുട്ട് ഓൺ, വിയർ എന്നാണ്. പുട്ട് ഓൺ ആണ് ആൻസർ. പുട്ട് ഓൺ, വിയർ. ഹി പ്ലാൻസ് ടു പുട്ട് ഓൺ ഹെർ ന്യൂ ഡ്രസ് ഓൺ ദ ബർത്ത്ഡേ പാർട്ടി. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലീസ് ഡാഷ് ദ ലൈറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ലൈറ്റ് അണയ്ക്കുക. ആ കൺസെപ്റ്റ് വരുമ്പോൾ ഓഫ് എന്ന് പറയുന്ന ഈ ഫ്രൈസൽ വെർബ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നാണ്. പുട്ട് ഔട്ട് എന്ന് പറയുന്നതാണ് എക്സ്റ്റിങ്ക്വിഷ് അല്ലെങ്കിൽ തീ അണയ്ക്കുക എന്ന് പറയുന്നത്. തീ അണയ്ക്കുക, ലൈറ്റ് അണയ്ക്കുക, ഇതെല്ലാ കൺസെപ്റ്റും വരുന്നത് പുട്ട് ഔട്ട് എന്നാണ്. ഇനി നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പുട്ട് അപ്പ് വിത്ത് ടോളറേറ്റ്. ടോളറേറ്റ് അർത്ഥം തന്നും ചോദിക്കാറുണ്ട്, അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലും ചോദിക്കാറുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. ഫ്രൈസൽ വെർബ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കുക. ഫ്രൈസൽ വെർബിന്റെ 15 ക്വസ്റ്റ്യൻസ്, പുട്ട് എന്ന ഫ്രൈസൽ വെർബുമായി ചേർന്ന 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞു. ഇത് വ്യക്തമായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. Thank you for watching the video.